പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 1 മാത്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സാധനം 220 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% ലാഭം കിട്ടി. എന്നാൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എന്ത്? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു സാധനം 220 രൂപയ്ക്ക് വിറ്റപ്പോൾ വിറ്റ വില തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലാഭത്തിൻ്റെ ശതമാനം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. വിറ്റ വിലയും തന്നിട്ടുണ്ട്, ലാഭത്തിൻ്റെ ശതമാനം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാങ്ങിയ വില കണ്ടുപിടിക്കാനുള്ളത് എന്ത് ചെയ്യേണ്ടത്? വിറ്റ വില ഇൻറ്റു 100/100 പ്ലസ് ലാഭത്തിൻ്റെ ശതമാനം, അതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ലാഭ ശതമാനം 10 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിറ്റ വില എത്രയാണ്? 220. 220 ഇൻറ്റു 100/100 പ്ലസ് ലാഭത്തിൻ്റെ ശതമാനം, അതാണ് 110 രൂപ. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക? 220 ഇൻറ്റു 100/100 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 220 ഇൻറ്റു 100/110 വരും. അപ്പോൾ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. 0 0 വെട്ടാം, ഇവിടുത്തെ ഈ 0 വെട്ടാം. 11 ഒരു പ്രാവശ്യം, 22 11 22ൽ 2 പ്രാവശ്യം, അപ്പോൾ 2 ഇൻറ്റു 100 എന്ന് വരും. ഈസ് ഈക്വൽ ടു 200 ആൻസർ. അപ്പോൾ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെക്കുക. ഇതേപോലെയുള്ള മോഡൽ കണക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. വാങ്ങിയ വില ഈസ് ഈക്വൽ ടു വിറ്റ വില ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ലാഭശതമാനം. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ അയാളുടെ പ്രതിമാസ വരുമാനത്തിൻ്റെ 80% ചെലവ് ചെയ്തിട്ട് ബാക്കി മിച്ചം വെക്കുന്നു. മിച്ചം 200 രൂപയുണ്ടെങ്കിൽ പ്രതിമാസ വരുമാനം എത്ര? അപ്പോൾ പ്രതിമാസ വരുമാനത്തിൻ്റെ 80% ചെലവ് ചെയ്യുന്നത്. അപ്പോൾ പ്രതിമാസ വരുമാനത്തിൻ്റെ 20% മിച്ചം വെക്കുന്നത്. അപ്പോൾ 200 രൂപയാണത്. 20% എന്ന് പറയുമ്പോൾ 200 രൂപ. അപ്പോൾ വരുമാനം എങ്ങനെയാണ് കാണുക? മിച്ചം വെക്കുന്ന വരുമാനത്തിൻ്റെ ശതമാനം 20%. അതെങ്ങനെ കിട്ടിയത്? ചിലവാക്കുന്നത് 80%. അപ്പോൾ നമുക്ക് 100ന്ന് 80 മൈനസ് ചെയ്താൽ 20% എന്ന് കിട്ടും. മിച്ചം വെക്കുന്ന വരുമാനത്തിൻ്റെ ശതമാനം 20%. മൊത്ത വരുമാനം, അതായത് നമുക്ക് എത്രയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്നറിയില്ല, അതുകൊണ്ട് നമ്മൾ എക്സ് എടുത്തു. അപ്പോൾ മിച്ചം വെക്കുന്നത് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്, 200 തന്നിട്ടുണ്ട്. അപ്പോൾ 20x ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? 20% ആയതുകൊണ്ട് തന്നെ മൊത്ത വരുമാനത്തിൻ്റെ 20% 200 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20x ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 200 രൂപ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 20x ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 200. അപ്പോൾ നമ്മൾ എക്സിനെ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? 200 തിരിച്ചിടവിടെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ബൈ 20. അപ്പോൾ 200 ഇൻറ്റു 10 എന്ത് വരും? 2000 വരും. 2000/2 ഈസ് ഈക്വൽ ടു 1000. ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 200 രൂപയാണ് മിച്ചം വെക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാഭശതമാനം തന്നിട്ടുണ്ട്. അപ്പോൾ 1000ൻ്റെ ലാഭശതമാനം 1000ൻ്റെ 20% എന്ന് പറയുമ്പോൾ 200 രൂപ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 53 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ വീണയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 17ാമതാണെങ്കിൽ വീണയുടെ സ്ഥാനം പിന്നിൽ നിന്ന് എത്രയാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. 53 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ വീണയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 17ാമതാണ്, എന്നാൽ പിന്നിൽ നിന്ന് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആകെ കുട്ടികളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് 53. മുന്നിൽ നിന്നുള്ള വീണയുടെ സ്ഥാനം 17 തന്നിട്ടുണ്ട്. പിന്നിൽ നിന്നുള്ള വീണയുടെ സ്ഥാനമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ
ടോട്ടൽ സംഖ്യയിൽ നിന്ന് മുന്നിൽ നിന്നുള്ള വീണയുടെ സ്ഥാനം മൈനസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ ആൻസർ 37 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ നിന്നും മുന്നിൽ നിന്നുള്ള വീണയുടെ സ്ഥാനം മൈനസ് ചെയ്തിട്ട് 1 കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 24നും 30നുമുള്ള പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത് ഏത്? ഇത് HCF കണ്ടുപിടിക്കാനാണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാനാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, HCF കാണുക, ഇതിൻ്റെ ഘടകങ്ങൾ എഴുതുക, ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ 24നും 30നും ഇടയിലുള്ള പൊതുഘടകങ്ങളിലെ ഏറ്റവും വലുത്. ഇപ്പം നമ്മൾ പൊതുഘടകങ്ങൾ കാണാം, 24ൻ്റെ പൊതുഘടകം കാണാം, അതുപോലെ തന്നെ 30ൻ്റെ പൊതുഘടകം കാണാം. എങ്ങനെയാണ് 24ൻ്റെ പൊതുഘടകം കാണുക? നമ്മൾ 24നെ ഡിവൈഡ് ചെയ്യാം, പിന്നെ നമ്മൾ 2 കൊണ്ട് ചെയ്യുക, 6 കിട്ടും, പിന്നെയും 2 കൊണ്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. അതാണ് നമുക്ക് 24ൻ്റെ ഘടകങ്ങൾ 2 × 2 × 2 × 3 കിട്ടിയത്. ഇനി 30നെ എങ്ങനെ ചെയ്യുക? 30ഉം നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്യാം, 15 കിട്ടും, പിന്നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 × 5 15. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടിലും കൂടി സെയിം ആയിട്ടുള്ളത് ഏതാണ്? 2ഉം 3യും. അപ്പോൾ 2 × 3 = 6. ഇതാണ് ആൻസർ. ഒരു സംഖ്യയുടെ 1/2 ഭാഗം 24 ആയാൽ ആ സംഖ്യയുടെ 1/6 ഭാഗം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സംഖ്യയുടെ 1/2 ഭാഗം, സംഖ്യയുടെ 1/2 ഭാഗം നമ്മൾ എങ്ങനെ കാണുക? സംഖ്യ × 1/2. അത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 24 ആണെന്ന് തന്നിട്ടുണ്ട്. സംഖ്യ × 1/2 ഭാഗം നമുക്ക് 24 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1/2 സംഖ്യ നമുക്ക് എക്സ് എടുക്കുകയാണെങ്കിൽ സംഖ്യയുടെ 1/2 ഭാഗം എത്രയാണ്? 24 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സംഖ്യയെ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഈ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് × 1/4നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്ത് ഇൻറ്റു ചെയ്തത് എന്തായിട്ട് മാറും? ഡിവൈഡായിട്ട് മാറും. 1/2 അതെത്രയാണ്? അപ്പോൾ 1/2 ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചിട്ടിട്ട് ഇൻറ്റു ചെയ്യുക. 24 × 2/1 ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 24 × 2, അതായത് 48. ഇനി സംഖ്യയുടെ 1/6 ഭാഗം, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാണാം. സംഖ്യ എത്രയെന്ന് നമുക്ക് കിട്ടി? 48 കിട്ടി. അതിൻ്റെ 1/6 ഭാഗം എങ്ങനെ കാണുക? സംഖ്യേൻ്റെ 1/6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാം. 8 × 6 = 48. രാജു 12.5 രൂപയ്ക്ക് 3 നോട്ട്ബുക്കും 8.25 രൂപയ്ക്ക് 2 പേനയും വാങ്ങിയെങ്കിൽ അയാൾക്ക് മൊത്തം ചിലവായ രൂപ എത്ര? ഇതെങ്ങനെ കാണാം? ഇത് ഭിന്നസംഖ്യകളാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം രാജു 12.5 രൂപയ്ക്ക് 3 നോട്ട്ബുക്കുകൾ വാങ്ങി. അപ്പം നമുക്ക് ഈ മിശ്ര ഭിന്നത്തിന് സാധാരണ ഭിന്നത്തേക്കാക്കാം. 12നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 1 ആഡ് ചെയ്യാം. അപ്പം നമുക്ക് 25/2 കിട്ടും. അതിനെ നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 25നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 75/2 കിട്ടും. പിന്നെ അതുപോലെ 8.25 രൂപയ്ക്ക് 3/4 രൂപയ്ക്കാണ് 2 പേന വാങ്ങിയത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ എണ്ണാൽ 32ഉം 3ഉം 35, 35/4. സാധാരണ ഭിന്നത്തേക്കാക്കുമ്പോൾ 35/4 കിട്ടും. അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 70/4 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 75/2ഉം എന്തും കൂടെ കൂട്ടുക, 70/4 കൂടെ കൂട്ടുക. പക്ഷെ നമുക്ക് താഴെ സെയിം ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് LCM മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തിരിക്കണം. ഇവിടെ വലിയ സംഖ്യയാണ്. അപ്പോൾ 4 താഴത്തുള്ളത്. അപ്പോൾ 2നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 4 കിട്ടുക? 2 കൊണ്ട്. നമുക്കറിയാം താഴെ ഏതുകൊണ്ടാണ് ഇൻറ്റു ചെയ്യുക വെച്ചാൽ മേലെയും അതുപോലെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ താഴെ മേലെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട്
ഇതിൻ്റെ താഴെയുള്ള ഛേദങ്ങൾ സെയിം ആക്കാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ 75 നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 150/4 കിട്ടും. 150/4 ഇപ്പുറത്ത് ഒന്നും ചെയ്യണ്ട, 70/4 അപ്പോൾ നമുക്ക് എത്ര കിട്ടുക ആൻസർ? 150ഉം 70ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 220 കിട്ടും. 220/4 അതിനെ നമുക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 കിട്ടും, ഇവിടെ 110 കിട്ടും. അപ്പോൾ നമ്മൾ ഈ 2നെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ മേലെ എത്ര കിട്ടും? 55 കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ആൻസർ 55. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള മിശ്ര ഭിന്നങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ചെയ്തിട്ട് സാധാരണ ഭിന്നത്തിലേക്കാക്കി മാറ്റുക. പിന്നെ LCM താഴത്ത് LCM കണ്ടിട്ടോ എന്ത് ചെയ്യുക? താഴത്ത് സെയിം ആക്കുക. താഴത്ത് ഏതുകൊണ്ടാണ് ഇൻറ്റു ചെയ്തത് വെച്ചാൽ സെയിം സംഖ്യ കൊണ്ട് തന്നെ മേലെയും ഇൻറ്റു ചെയ്തിട്ട് താഴെ ഛേദങ്ങൾ സെയിം ആക്കിയാൽ നമുക്ക് പിന്നെ അംശങ്ങൾ രണ്ടും കൂട്ടിയിട്ട് ഛേദം ആ സംഖ്യ ഇട്ടാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 628 ഇൻറ്റു 1/4 പ്ലസ് 43. 628 ഇൻറ്റു 1/4 പ്ലസ് 43 എത്രയാണ്? ആൻസർ 200 എങ്ങനെയാണ് 200 കിട്ടുക? 628 ഇൻറ്റു 1/4 പ്ലസ് 43 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 4നെയും 628നെയും കട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 157 കിട്ടും. അപ്പം 157ഉം അത് പ്ലസ് 43, 157 പ്ലസ് 43 എത്രയാണ്? ഈസ് ഈക്വൽ ടു 200. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 1/2. ഇതൊക്കെ ഭിന്നസംഖ്യകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 3 1/2 പ്ലസ് 5 3/4 പ്ലസ് 4 1/4. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? 3 1/2 നമ്മൾ സാധാരണ ഭിന്നാക്കുമ്പോൾ 7/2 കിട്ടും. അപ്പോൾ അതേ പ്ലസ് എന്ത് ചെയ്യുക? 5 3/4 നമ്മൾ എന്ത് ചെയ്യുക? 4 5 20 23/4 വരും. പിന്നെ അതേപോലെ തന്നെ 4 1/4. അപ്പോൾ 4 4 16ഉം 1ഉം 17/4 കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് സാധാരണ ഭിന്നാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂട്ടുക. അപ്പോൾ മറ്റേത് രണ്ടും താഴെ 4. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ 4 ആക്കണം. അപ്പോൾ 4 ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 2 എത്ര വെച്ചെന്നുള്ള എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് ഇവിടെ 4 കിട്ടുക? 2 കൊണ്ട്. അതേ സംഖ്യ കൊണ്ട് നമ്മൾ ഇവിടെയും ഇൻറ്റു ചെയ്യാം. അപ്പോൾ 27 14/4 പ്ലസ് ഇവിടെ ഒന്നും ചെയ്യണ്ട 23/4 പ്ലസ് 17/4. ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 14ഉം 23ഉം 17ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 54/4 കിട്ടും. അപ്പം നമ്മൾ 54നെ 4 കൊണ്ട് നമ്മൾ ഹരിക്കുക. അപ്പോൾ അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 54നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കൊണ്ട് 13 പ്രാവശ്യം അത് 52. 13 ഇൻറ്റു 4 52. അങ്ങനെ നമുക്ക് ശിഷ്ടം 2 വരും. അപ്പോൾ 4ൽ 2നെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ 0 ഇട്ട് കൊടുത്തു. എന്താണ്? 13.50 എന്നതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മിശ്രഭിന്നം തന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റിയിട്ട് താഴെ സെയിം ആക്കിയിട്ട് ഡയറക്റ്റായിട്ട് കൂട്ടിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.35 എന്ന ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യ ആക്കി മാറ്റുക. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കണക്കാണ്. 0.35 എന്ന ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യ ആക്കി മാറ്റാം. 0.35 എന്ന ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യ ആക്കി മാറ്റുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 0.35 എന്താണ്? 35/100. കാരണം എന്താ? 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 35ന് 5ന് 35/100
അപ്പോൾ നമ്മൾ കട്ട് 5 കൊണ്ട് ചെയ്യുമ്പോൾ 7 5s are 35, 100 ഇവിടെ 20. അതാണ് ആൻസർ 7/20. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 100 പുസ്തകങ്ങളുടെ വില 1250 രൂപയായാൽ ഒരു പുസ്തകത്തിൻ്റെ വില എന്ത്? 100 പുസ്തകങ്ങളുടെ വില 1250 രൂപയായാൽ ഒരു പുസ്തകത്തിൻ്റെ വില എന്ത്? ആൻസർ 12.50 ആണ്. നമുക്ക് എങ്ങനെയാണത് കിട്ടുക? 100 പുസ്തകങ്ങളുടെ വില എത്രയാണ്? 1250. അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ വില കാണണമെങ്കിൽ എന്ത് ചെയ്യുക? 1250നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1250നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതായത് 12.50. ഇതാണ് ആൻസർ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമൊക്കെ അടുത്ത് വരികയാണ്. ഓൾ ദ ബെസ്റ്റ്.